ഇന്ന് ഞാൻ വ്ളോഗായിട്ടല്ല കേട്ടോ വന്നേക്കണത്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എളുപ്പത്തിലൊരു പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊടി എടുക്കണ ഏത് പൊടിയായാലും കുഴപ്പമില്ല, വറുത്ത പൊടി എടുക്കുക, അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ഗ്ലാസ് പൊടിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്നില്ലെങ്കിൽ പൊടിയിൽ ഉപ്പിടുക, അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ പൊടിയിലോട്ട് ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അടിയിൽ പൊടിയുടെ തരികളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം, അധികം ചൂടാറണ്ട, ഒന്ന് ചൂടാറിയതിന് ശേഷം കൈയൊന്ന് നനച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. അതിന് ശേഷം ഇതേപോലെ നമ്മുടെ കയ്യിലെടുത്ത് ഒരേ ഉരുളകളാക്കിയിട്ട് നമ്മുടെ എന്തോരം വലുപ്പത്തിൽ പത്തിരി വേണം ആ വലുപ്പത്തിലാക്കി എടുക്കുക. ഉരുള കൈയുടെ ഉള്ളിൽ വെച്ച് ഉരുട്ടി ഷേപ്പാക്കൊന്നും വേണ്ട. ഇതേപോലെ ആ പിടിയോടുകൂടി പിടിച്ചാലും നല്ല റൗണ്ട് പത്തിരി നമുക്ക് കിട്ടും. പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്താൽ, പ്രസ്സിൽ വെക്കുമ്പോൾ ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. നമ്മൾ പൊടിയൊന്നും യൂസ് ചെയ്യണില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രസ് ചെയ്തെടുക്കാനും കിട്ടുകയും ചെയ്യും. ആ ഓയിൽ എപ്പോഴും ഓയിൽ പരട്ടണ്ട, 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പരട്ടിയാൽ മതി. നല്ല റൗണ്ടിലുള്ള പത്തിരി കണ്ടില്ലേ? ഇനി കയ്യിലിട്ട് ഉരുട്ടി ഷേപ്പാക്കി എത്ര നേരം വേണം അങ്ങനെയൊക്കെ ഷേപ്പാക്കി എടുക്കാൻ. ഇത് അങ്ങനെയൊന്നും വേണ്ട, നല്ല സോഫ്റ്റ് പത്തിരി തന്നെ കിട്ടും. അതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് മറിച്ചിടുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചൂട് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് ഉണ്ടാക്കി ഇങ്ങനെ ശീലമായി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് പിന്നത്തെ പുറം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നല്ല പോളയോടുകൂടിയുള്ള പത്തിരി നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ പോയി ഇനി പത്തിരി മേടിക്കേണ്ട ഒരു കാര്യമില്ല. കടയിലത്തെ പത്തിരി എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ പോലെ ഇരിക്കുന്ന പത്തിരിയല്ലേ, ഇതങ്ങനെയല്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് നമുക്ക് കിട്ടുക. നല്ല തിന്നായിട്ടും ഇരിക്കുകയും ചെയ്യും. അരികൊക്കെ കണ്ടില്ലേ, നല്ല തിന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ വീഡിയോ മൊത്തം കാണുകയും വേണം. പിന്നെ ബാക്കി 2 ഉരുളകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് നമ്മൾ ശർക്കര വിളയിച്ചതും കൂടി വെച്ചിട്ട് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഴുക്കട്ട. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊഴുക്കട്ടയും പത്തിരിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? ഇനി എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കില്ലേ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.